രേണുസുതി ബിഗ് ബോസിൽ നിന്ന് ഫസ്റ്റ് വീക്ക് തന്നെ പുറത്തായില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ഒന്നൊന്നര ഗെയിം ആയിരിക്കും. എന്താണെന്നല്ലേ പറയാം. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, സോഷ്യൽ മീഡിയയിലെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ആള് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രേണുസുതിയാണെന്ന് നിസ്സംശയം പറയാവുന്ന കാര്യമാണ്. ഇപ്പൊ ബിഗ് ബോസിലേക്ക് 16, 17, 18 എത്ര വേണമെങ്കിലും മത്സരാർത്ഥികൾ കയറിക്കോട്ടെ. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇവരിൽ നമ്പർ 1 നിൽക്കുന്നത് രേണുസുതിയാണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും സംശയമില്ലേ? ബാക്കിയുള്ളവരെല്ലാവരും പരിചയമുള്ളവരും അല്ലാത്തവരും ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ രേണുസുതിക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് എന്ന് പറയുന്നത് അത് വേറെ തന്നെയാണ്. അത് നെഗറ്റീവ് ആണെങ്കിലും ശരി, പോസിറ്റീവ് ആണെങ്കിലും ശരി. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നില്ലേ എന്തുകൊണ്ട് രേണുസുതി സോഷ്യൽ മീഡിയയിൽ ഇത്രയും ഫേമസ് ആയി എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിന് കാരണം അവരുടെ ഒരു മൈൻഡ് ഗെയിം ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ട്രെൻഡിങ് ആയി നിന്നാൽ മാത്രമേ തനിക്ക് കാര്യമുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഇന്റർവ്യൂസ് കൊടുക്കുന്നു, പല കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ വ്യക്തി ചെയ്തതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇത്രയും ട്രെൻഡിങ് ആയി നിൽക്കാനുള്ള കാരണം. അത് എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് ആ വ്യക്തി പ്ലാൻ ചെയ്തോ അല്ലാതെയോ അവിടെ വ്യക്തമായി നടപ്പിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ രേണുസുതി എന്നുള്ള പേര് ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത്. ബിഗ് ബോസിലേക്ക് രേണുസുതി പോയോ എന്നറിയാനാണ് ഓരോരുത്തരും കാത്തിരുന്നത്. രേണുസുതി ഉണ്ടെങ്കിൽ ബിഗ് ബോസ് കാണില്ല എന്ന് പറയുന്നവരുണ്ട്. അതുപോലെ തന്നെ രേണുസുതി ബിഗ് ബോസിൽ വന്നിട്ട് എന്തൊക്കെ കാണിച്ചു കൂട്ടും എന്നറിയാൻ വേണ്ടി കാത്തിരിക്കുന്നവരുമുണ്ട്. അപ്പോ രേണുസുതിക്ക് വേണ്ടി ബിഗ് ബോസ് വെയിറ്റ് ചെയ്യുന്നവരാണ് കൂടുതൽ എന്നാണ് ഞാൻ പറയാ. ഇപ്പോ രേണുസുതി ഉള്ളതുകൊണ്ട് ബിഗ് ബോസ് കാണില്ല എന്ന് പറഞ്ഞവർ പോലും അവിടെ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നു എന്നറിയാൻ വേണ്ടി കണ്ടുപോകും വീഡിയോ ക്ലിപ്പിംഗ്സ് ആയിട്ട്. ഇനിയിപ്പോ ലൈവ് കണ്ടില്ലെങ്കിൽ പോലും അത് കണ്ടുപോകും. അങ്ങനെ കണ്ട് ഏതെങ്കിലും ഒരു സീൻ അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തുടർന്നും അവരത് കാണും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് രേണുസുതിയെ അവിടേക്ക് വിളിച്ചതും. ആദ്യം പറഞ്ഞിരുന്നു രേണുസുതി ബിഗ് ബോസിൽ ഉണ്ടെന്ന്, പിന്നീട് പറഞ്ഞിരുന്നു രേണുസുതി ബിഗ് ബോസിൽ നിന്ന് പുറത്തായി എന്ന്. പെട്ടെന്ന് തലേ ദിവസം 2 ദിവസം മുന്നേ അറിയുന്നു രേണുസുതി ചെന്നൈയിലേക്ക് പുറപ്പെട്ടു എന്ന്. അവിടെ തന്നെ പ്ലാനിങ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ? അത് ബിഗ് ബോസിന്റെ പ്ലാനിങ്. രേണുസുതി ഉണ്ട് എന്നുള്ളത് പുറത്തറിയാതിരിക്കാനായിട്ട്. പക്ഷേ രേണുസുതിയുടെ ഫ്രണ്ട് വലിയൊരു മണ്ടത്തരം ചെയ്തു വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുന്ന തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സോഷ്യൽ മീഡിയയിൽ വന്ന് പോസ്റ്റ് ഇട്ടു, രേണുസുതി ബിഗ് ബോസിലേക്ക് പോയി കഴിഞ്ഞു, നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇടലും കഴിഞ്ഞിട്ടുണ്ട്. അത് മറ്റൊരു വശം. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സോഷ്യൽ മീഡിയയിൽ ഇത്രയും നെഗറ്റീവ് ഇമേജ് ഉള്ള ഒരു വ്യക്തിയാണ് രേണുസുതി എന്നുള്ളത് കൊണ്ട് തന്നെ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുന്ന സമയത്ത് ബാക്കിയുള്ള മത്സരാർത്ഥികൾ എല്ലാവരും രേണുസുതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും. അതെങ്ങനെയെന്നല്ലേ, രേണുസുതിക്ക് എതിരെ കളിച്ചാലാണോ തങ്ങൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്, അതോ രേണുസുതിക്ക് ഒപ്പം നിന്ന് കളിച്ചാലാണോ ഞങ്ങൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാവും. രേണുസുതിക്ക് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നെഗറ്റീവാണ് ഏറ്റവും കൂടുതൽ എന്നുള്ളത് കൊണ്ട് രേണുസുതിക്ക് എതിരെ നിന്ന് കളിച്ചു കഴിഞ്ഞാലും അവിടെ സ്ഥാനം പിടിക്കാം എന്നൊരു ചിന്ത പലരുടെയും മനസ്സിലുണ്ടാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. കാരണം അവർക്ക് അവിടെ തുടക്കത്തിൽ തന്നെ പിടിച്ചു നിൽക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ അത്രയും ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരാൾക്കെതിരെ കളിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. ഇനി എല്ലാവരും കൂടിയിട്ട് രേണുസുതിക്ക് എതിരെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ രേണുസുതിക്ക് വിജയിച്ചു ഗെയിം എന്നും പറയാനായിട്ട് സാധിക്കും. കാരണം ഒറ്റപ്പെടൽ സ്ട്രാറ്റജി. അപ്പൊ അവിടെ സിമ്പതി വർക്കൗട്ട് ആവും. അപ്പൊ കാണുന്ന പ്രേക്ഷകരെല്ലാം എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ രേണുസുതി ഇപ്പൊ അവിടെ ഒറ്റയ്ക്കാണ്, അവരെല്ലാവരും കൂടി ഒറ്റപ്പെടുത്തി എന്നുള്ള ഒരു സിമ്പതി അവിടെ വർക്കൗട്ട് ആവും. നിങ്ങൾക്ക് ബിഗ് ബോസിന്റെ ഒരു റൂൾ അറിയോ? റൂളല്ല, ഒരു കാര്യം. ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഷോയില് ഫസ്റ്റ് ഇംപ്രഷനാണ്. അതായത് ഫസ്റ്റ് വീക്കിലോ സെക്കൻഡ് വീക്കിലോ തേർഡ് വീക്കോ അതിൻ്റെ ഉള്ളിൽ ഒരാള് മനസ്സിലേക്ക് കയറി കൂടിക്കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി എന്ത് ചെയ്താലും കാണുന്നവർക്ക് ശരിയാണ്. എന്ത് ചെയ്താലും ശരി, പിന്നെ അവർക്ക് ശരിയാണ്. അവർ എന്ത് തെറ്റ് ചെയ്താലും അതിനെ ന്യായീകരിക്കാനായിട്ട് 100,000 കാര്യങ്ങളായിട്ട് അവരെ ഇഷ്ടപ്പെടുന്നവർ വരും. അപ്പോൾ ഈ പറയുന്ന രേണുസുതി ആണെങ്കിൽ പോലും അവിടെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണ് വർക്കൗട്ട് ആക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിലെ കുറച്ച് പേര് വീണ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാം എന്നുള്ള കാര്യത്തിൽ ഉറപ്പുള്ള കാര്യമാണ്. അവിടെ 100 ദിവസം വേണമെന്നുണ്ടെങ്കിലും രേണുസുതിനെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നിൽക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര നെഗറ്റീവായിട്ട് പോയൊരു മത്സരാർത്ഥി ആയതുകൊണ്ട് തന്നെ ഇനി നെഗറ്റീവ് ആവാനായിട്ട് ഒന്നുമില്ല സോഷ്യൽ മീഡിയയിൽ. അതുകൊണ്ട് ധൈര്യമായിട്ട് കളിക്കാം. ആ ഒരു ധൈര്യവും രേണുസുതിയുടെ മുന്നിലുണ്ട്. അതുപോലെ തന്നെ മറ്റു മത്സരാർത്ഥികളുടെ കാര്യം എന്ന് പറയുന്നത് രേണുസുതിക്ക് എതിരെ നിന്ന് ഫൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്യുക, രണ്ടും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഗെയിം പ്ലാൻ തന്നെയാണ്.
ഇത്തവണ വാഴകളില്ല, ഇത്തവണ ഒറ്റപ്പെട സ്ട്രാറ്റജി ഇല്ല എന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞാൽ പോലും ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയില് ഇതൊക്കെ ഉണ്ടെങ്കിൽ ബിഗ് ബോസ് എന്നുള്ള ഷോ മുന്നോട്ട് പോവുള്ളൂ. ഇപ്പൊ ഞാൻ മറ്റൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അനുമോള്, നമ്മുടെ ഫ്ലവേഴ്സ് കൊല്ലം സുധീരൊപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അനുമോൾ എന്ന് പറയുന്നത്. അനുമോള് ബിഗ് ബോസിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഈ അനുമോളും രേണുസുതിയും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ എങ്ങനെയുണ്ടാവും, എങ്ങനെയായിരിക്കത്, അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവര് തമ്മിൽ നല്ല ബോണ്ടിങ് ആയിരിക്കുമോ, അവര് തമ്മിൽ ശത്രുക്കളായിരിക്കുമോ, അനുമോൾ എങ്ങനെയായിരിക്കും രേണുസുതിനെ ട്രീറ്റ് ചെയ്യുന്നത്, അതൊന്നും നിങ്ങൾ നോക്കി ഒന്ന് ചിന്തിച്ചു നോക്കിയേക്ക്. അവിടെ ടോട്ടലി ഒരു കൺഫ്യൂഷൻ ആയിരിക്കും അനുമോൾക്ക്. രേണുസുധീരെ കൂടെ നിൽക്കണോ, എന്താ ചെയ്യേണ്ടത്, സംസാരിച്ചാലും പ്രശ്നം, സംസാരിച്ചില്ലെങ്കിലും പ്രശ്നം എന്നുള്ള ഒരു ചിന്ത അനുമോളുടെ മനസ്സിലുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം മറ്റൊന്നുകൊണ്ടല്ല, ഇപ്പൊ കൊല്ലം സുധീര ഭാര്യ എന്നുള്ള വെറും ലെവലിലാണ് അവിടെ രേണുസുധി വന്ന് കയറിയതെങ്കിൽ അവിടെ സ്നേഹത്തോടെ കൊല്ലം സുധീര ഭാര്യയുടെ അടുത്ത് സംസാരിച്ച് അവരൊപ്പൊക്കെ നിന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കായിരുന്നു. പക്ഷേ ഇപ്പൊ രേണുസുധി എന്ന് പറയുന്ന വ്യക്തി അവിടെ കയറിയിട്ടുള്ളത് സുധിയുടെ മാത്രം പേരിലല്ല, ഇപ്പൊ സ്വന്തമായിട്ട് ഒരു നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഒരു ഇമേജ് ഉണ്ട്. ആ ഇമേജ് വെച്ചിട്ടാണ് അവിടെ കയറിയിട്ടുള്ളത്. അപ്പൊ ആ ഇമേജ് ഏറ്റവും കൂടുതൽ നെഗറ്റീവായി നിൽക്കുന്നത് കൊണ്ട് അവരുടെ കൂടെ നിന്ന് കളിക്കാനും അവരുടെ കൂടെ അടുപ്പം കാണിക്കാനും ഒരു ചെറിയ ഭയപ്പാട് ഈ പറയുന്ന അനുമോൾക്ക് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം അനുമോൾ എന്ന് പറയുന്ന വ്യക്തി സോഷ്യൽ മീഡിയയിൽ ഇതുവരെ നെഗറ്റീവ് ഉണ്ടാവാത്ത ഒരു വ്യക്തിയാണ്. നെഗറ്റീവ് ഇമേജ് സോഷ്യൽ മീഡിയയിൽ ഇല്ല. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ഇമേജ് ഒരു കോമഡി ആയിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്യൂട്ട്നെസ് വാരി വിതറുന്ന ഒരു വ്യക്തിയായിട്ടും ഒക്കെയുള്ള ഒരു വ്യക്തിയാണ് ഈ അനുമോൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അനുമോൾക്ക് ഇനി നെഗറ്റീവ് ആവാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം വിഷമുള്ള കാര്യമായിരിക്കും. മറ്റുള്ളവരുടെ പോലെയല്ല അനുമോൾക്ക്, അതുപോലെ ഭയങ്കര വിഷമാണ്. നമുക്കറിയാം പോസിറ്റീവായിട്ട് അതിൻ്റെ ഉള്ളിൽ കയറുന്ന വ്യക്തികൾ, അതായത് പുറത്തൊരു നെഗറ്റീവ് ഇമേജ് ഇല്ലാതെ പോസിറ്റീവായിട്ട് ആ വീട്ടിലേക്ക് കയറുന്ന പലർക്കും അവിടെ ചെന്ന് കഴിഞ്ഞാലാണ് പലപ്പോഴും നെഗറ്റീവ് ഇമേജ് പുറത്തു വരുമോ എന്നുള്ള ഒരു പേടി ഉണ്ടാവാം. സ്വാഭാവികമായും അവർക്ക് ഞങ്ങൾ ഭയങ്കര പോസിറ്റീവ് ഇമേജോട് കൂടി പുറത്തു നിൽക്കുന്ന ആൾക്കാരാണ്, ഇവിടെ വന്നിട്ട് ഇനി എന്തെങ്കിലും ഉണ്ടായി നെഗറ്റീവ് ഉണ്ടാവോ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. എന്തുകൊണ്ട്? മുൻ സീസണുകളിൽ അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് കൊണ്ട്. അതുകൊണ്ട് അവരതിനനുസരിച്ച് എങ്ങനെയെങ്കിലും നീറ്റായിട്ട് നിന്ന് മുന്നോട്ട് പോകാനായിരിക്കും ശ്രമിക്കുക. അന്ന് നെഗറ്റീവ് ഇമേജ് ആയിട്ട് കയറുന്ന ഒരുപാട് പേര് അതിന്റെ ഉള്ളിലുണ്ട്. അവർക്കൊക്കെ ഇനിയിപ്പോ എന്ത് നെഗറ്റീവ് ആവാനായിട്ട് ഇപ്പൊ ആദില നൂറാണെങ്കിലും ആങ്കർ ആയിട്ടുള്ള സരിതയാണെങ്കിലും സരിക അവരാണെന്നുണ്ടെങ്കിലും ഒക്കെ നെഗറ്റീവ് ഇമേജ് ഓൾറെഡി പുറത്തുള്ളവരാണ്. ഇവർക്കെല്ലാവർക്കും ഞങ്ങൾക്ക് ഇങ്ങനെ നെഗറ്റീവ് മാത്രമല്ല പോസിറ്റീവും ഉണ്ട് എന്ന് പുറമേക്ക് കാണിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇനി നെഗറ്റീവ് ആവാനൊന്നും പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നുമില്ല. ഇനിയിപ്പോ നെഗറ്റീവ് ആയാലും വലിയ പ്രശ്നമില്ല അവരെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് പക്ഷേ അവരുടെ ഉള്ളിലുള്ള മറ്റ് കാര്യങ്ങൾ, അവർക്ക് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പുറമേക്ക് കാണിക്കാൻ കിട്ടുന്ന ഒരു അവസരമായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം പോസിറ്റീവായിട്ട് വരും. പക്ഷെ പോസിറ്റീവായിട്ട് പുറത്തുനിന്ന് പോകുന്ന ആൾക്കാർക്കാണ് കൂടുതൽ ചിന്തയും ടെൻഷനും ഉണ്ടാവുക. അപ്പോൾ അവർക്ക് എല്ലാവർക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രേണുസുധി വലിയൊരു എതിരാളിയാണ്. ഇപ്പൊ ഫസ്റ്റ് വീക്കിലോ സെക്കൻഡ് വീക്കിലോ രേണുസുധി പുറത്തു പോയി കഴിഞ്ഞാൽ അവിടെ അത് തീർന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു രേണുസുധി ഒരിക്കലും ഫസ്റ്റ് വീക്കിലും സെക്കൻഡ് വീക്കിലും പോകാനുള്ള ചാൻസ് കുറവാണ്. കാരണം ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം രേണുസുധി അവിടെ നിൽക്കേണ്ടത് ആവശ്യമാണ്. ബിഗ് ബോസിൽ ചെന്ന് ഫസ്റ്റ് വീക്കിലും സെക്കൻഡ് വീക്കിലും രേണുസുധി കണ്ടന്റ് ഉണ്ടാക്കി എന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് അവിടെ രേണുസുധിനെ പിടിച്ചു നിർത്തും എന്നുള്ള കാര്യത്തിൽ വേണ്ട സംശയിക്കേണ്ട നിങ്ങൾ. അത് ഉറപ്പുള്ള കാര്യമാണ്. ഏത് വിധേനയും രേണുസുധിനോടെ പിടിച്ചു നിർത്തും. അവർക്ക് കണ്ടന്റ് മുഖ്യമാണ്. അത് നിങ്ങൾക്ക് ഊഹിച്ചൂടെ, കണ്ടന്റ് മുഖ്യം ബിഗില്. അപ്പൊ അതിൽ യാതൊരു സംശയവും ഇല്ലല്ലോ. രേണുസുധി എന്ന് പറയുന്ന കണ്ടന്റ് ബിഗ് ബോസിന് വേണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് രേണുസുധിനെ അവർ വിളിച്ചിരിക്കുന്നത്. ആ കണ്ടന്റ് മാക്സിമം പ്രയോജനപ്പെടുത്താനായിട്ട് ബിഗ് ബോസ് ശ്രമിക്കുക തന്നെ ചെയ്യും. മറ്റേ കണ്ടസ്റ്റൻസിനെ വെച്ചുകൊണ്ട് അവിടെ രേണുസുധിക്ക് എതിരെ ഗെയിം കളിപ്പിക്കുകയും അല്ലെങ്കിൽ അവിടെ സീനുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ പ്ലാനിങ് ബിഗ് ബോസ് തന്നെയാണല്ലോ ഇതൊക്കെ പ്ലാൻ ചെയ്ത് അവരെ കയ്യിലേക്ക് ഇട്ടു കൊടുക്കുന്നത്. അതിനനുസരിച്ച് അവിടെ ഗെയിം പ്ലാനുകൾ ചെയ്യും. ആ ഗെയിം പ്ലാനുകളിൽ ഇവിടെ കണ്ടസ്റ്റൻസ് വീണാൽ അവിടെ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും രേണുസുധി ഒരു മൈൻഡ് ഗെയിമർ ആണെന്ന് ഒരു തോന്നല് എനിക്കുണ്ട്. ചിലപ്പോൾ അവർ പൊട്ടത്തരൊക്കെ സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പറഞ്ഞിട്ട് ഇങ്ങനെ ഫേമസ് ആയതും ആവാം ഒരു വശം. പക്ഷേ എങ്ങനെ നിൽക്കണം, എങ്ങനെ പിടിച്ചു നിൽക്കണം സോഷ്യൽ മീഡിയയിൽ എന്നുള്ളത് അവർക്കൊരു ധാരണയുള്ളത് പോലെ തന്നെ ഈ ഗെയിമിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ കളിക്കണമെന്നൊരു മൈൻഡ് ഗെയിമും അവരുടെ മനസ്സിലുണ്ടാവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ രേണുസുധിനെ ഇത് ബേസ് ചെയ്തുകൊണ്ടും ഗെയിം മുന്നോട്ട് പോകുമോ, സീസൺ 7 എന്നുള്ളത് രേണുസുധിയിൽ ഒതുങ്ങുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. നമുക്ക് മുൻ സീസണുകൾ വെച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാവുന്ന കാര്യമാണ്. നമുക്ക് ഫസ്റ്റ് വീക്ക്, സെക്കൻഡ് വീക്ക്, തേർഡ് വീക്കിൽ ഒരാളോട് ഇഷ്ടം തോന്നി അല്ലെങ്കിൽ ഒരാളോട് സിമ്പതി തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അയാൾ വിജയിച്ചു.
പിന്നെ എന്ത് പൊട്ടനാണെങ്കിലും മണ്ടനാണെന്നുണ്ടെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും എങ്ങനെയാണെന്നുണ്ടെങ്കിലും അയാളെ അവസാനം വരെ കൊണ്ടുവന്ന് എത്തിക്കും. അയാളിപ്പോൾ ഗെയിം കളിച്ചാലും ശരി, ഗെയിം കളിച്ചില്ലെങ്കിലും ശരി, എന്തായാലും അതാണ് ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ലവ് സ്ട്രാറ്റജി ആയാലും ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ആണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും അവിടെ ലവ് സ്ട്രാറ്റജി രേണുവിന് ഇപ്പോൾ അവിടെ കളിക്കാനില്ല. പക്ഷെ അവിടെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി രേണുവിന് അവിടെ കളിക്കാനുണ്ട്. അതുപോലെ തന്നെ ഒരു മൈൻഡ് ഗെയിമും. രണ്ടും രേണുസുധീനെ സംബന്ധിച്ചിടത്തോളം അവിടെ കളിക്കാൻ പറ്റിയൊരു കാര്യമാണ്. രേണു ആ ഒരു ഗെയിമാണ് അവിടെ പുറത്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രേക്ഷകർക്കിടയിലേക്ക് ചിലപ്പോൾ രേണുവിന് ഇറങ്ങി വരാനായിട്ട് സാധിക്കും. ഇപ്പൊ ഒരുപാട് നെഗറ്റീവ് ഇമേജ് ഇവിടെ സോഷ്യൽ മീഡിയയിൽ രേണുസുധിക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഇനി നെഗറ്റീവ് ആവാൻ ഒന്നുമില്ലാത്തത് കൊണ്ട് രേണുസുധിക്ക് അവിടെ പോസിറ്റീവ് ഇമേജ് ഉണ്ടാക്കാനും കഴിയും. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100 ദിവസം അവിടെ പിടിച്ചു നിൽക്കാൻ വേണമെന്നുണ്ടെങ്കിൽ രേണുസുധിക്ക് കഴിഞ്ഞിരിക്കും. അതില് സംശയിക്കേണ്ട. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളുടെ കിടപ്പ് വശം മനസ്സിലായോ? ഇനി രേണുസുധിയും ബാക്കിയുള്ള കണ്ടസ്റ്റൻസും തമ്മിലുള്ള ഒരു മത്സരമായിരിക്കും തുടക്കത്തിൽ നമ്മൾ കാണാൻ പോകുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ എങ്ങനെ ഗെയിം മുന്നോട്ട് പോകുന്നുള്ളത് നമ്മൾ കണ്ടറിയണം. തുടക്കം എന്തായാലും അങ്ങനെ തന്നെയായിരിക്കും. അതിൽ യാതൊരു സംശയവും നിങ്ങൾ വേണ്ട, നോക്കിക്കോ.